TVK ശരിക്കും ഒരു കൂറ പാർട്ടിയാണോ? TVKയും കോക്രോച്ച് ജനതാ പാർട്ടിയും എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? അതിനു മുമ്പ് CJP യെ കുറിച്ച് പറഞ്ഞുതരാം. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ കൂറ പാർട്ടി, പാറ്റ പാർട്ടി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. ഇതിന്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇന്ത്യയിലെ യൂത്ത് എല്ലാം അൺഎംപ്ലോയിഡ് ആണ്, ഇവരെല്ലാം കോക്രോച്ചിനെ പോലെയാണ്, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ദിശാബോധങ്ങളോ കാര്യങ്ങളൊക്കെ കുറവാണ്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന AAPയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് CJP എന്ന് പറയുന്നത്. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആണ് ഇവർ ഡെയിലി ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനും കാര്യങ്ങളിലെല്ലാം. അപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി കാര്യങ്ങളൊന്നല്ല. ഇത് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന യൂത്തിന്റെ ഒരു വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ വിലക്കയറ്റം, ഇങ്ങനത്തെ എല്ലാ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ CJP മുന്നോട്ട് വെക്കുന്ന കാര്യം തന്നെ എന്താണ്? ഇവിടെ സിസ്റ്റം തന്നെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് കോക്രോച്ച് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കോക്രോച്ച് ആയിട്ട് തന്നെ അറിയപ്പെടാം. ദെൻ ഇവരൊരു കാര്യം കൂടി പറഞ്ഞു, കോക്രോച്ച് എവിടെയാണ് ഉണ്ടാകുന്നത്? അഴുക്കിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി അഴുക്കിപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോക്രോച്ചുകൾ ഉണ്ടായി വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇവര് നാളെ അധികാരത്തിൽ വരുമോ, അല്ലെങ്കിൽ ഇവര് നാളെ ഇലക്ഷൻ നിൽക്കുക എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് TVKയുമായിട്ടുള്ള ലിങ്ക് വരുന്നത്. ഇങ്ങനത്തെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 2020 എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. എന്താ അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ദെൻ AAP വന്നു. AAP ഇപ്പൊ ഏത് ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. AAPയെ പോലെ തന്നെ TVKക്കും അത് പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യുമോ, അല്ലെങ്കിൽ AAPയുടെ അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഈ CJPയുടെ അവസ്ഥയും അത് തന്നെയാണ്. ഇതൊരു ഇപ്പോഴത്തെ ജസ്റ്റ് ഒരു ഓളം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വേവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് നാളെ ഒരു പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ഐഡിയോളജിയോ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ പിന്തുണയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നാളെ എന്താവോ, നാളെ പൊളിറ്റിക്കൽ പാർട്ടിയാവോ, നാളെ ഇതിന്റെ പേര് മാറുമോ, നാളെ ഇതിന് ഇലക്ഷനിൽ നിൽക്കുമോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മേ ബി TVK പോലെ ഒരു പക്ഷേ പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യാൻ പറ്റും. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം കിടക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കോമെന്റ് ആയിട്ട് ചെയ്യും.